Watch full episodes on Jio Hotstar. എക്സ്ക്യൂസ് മീ, എന്താ നിങ്ങൾ ഇന്ത്യൻ ആണോ? അതെ അതെ, ഞാൻ ഇന്ത്യനാണ്. എങ്കിൽ ഞാനൊരു ഡിറ്റക്റ്റീവ് ആണ്. ഈ ചിപ്പ് പിടിച്ചോ. ഇവിടെ ഒരു മനുഷ്യൻ ഈ കൺട്രിയുടെ സീക്രട്സിനെ ഈ ചിപ്പിൽ വിൽക്കാൻ വന്നിരുന്നു. എന്നിട്ട് ഞാൻ അയാളുടെ ഈ ചിപ്പ് മോഷ്ടിച്ചോടിയതാ. ഓക്കേ, ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു ഡിറ്റക്റ്റീവിനെ കാണുന്നത്. പതുക്കെ സംസാരിക്ക്. ഇവിടെ ആരും മനസ്സിലാക്കരുത്. ആ ആൾക്കാരുടെ പോലീസിന്റെ വേഷത്തിൽ എന്റെ പുറകെ ഉണ്ട്. നിങ്ങൾ ഇത് വെച്ചോ, ഞാൻ നിങ്ങളുടെ പിന്നെ എടുത്തോളാം. അതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ ഇത് എവിടെയാണ് ഒളിച്ചു വെക്കുക? എങ്കിൽ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. നിങ്ങളുടെ ഷൂ ഇട്ടാ. യെസ്, ഇന്നിതേറ്റോ ആർക്കും മനസ്സിലാകത്തില്ല. പിന്നെ നിങ്ങളൊരു ടൂറിസ്റ്റ് അല്ലേ, ആരും നിങ്ങളെ സംശയിക്കില്ല. നിങ്ങൾ ആരോടും പറയാതിരുന്ന മതി. ടിപ് ടോപ്പ് സീക്രറ്റ് ആണ്. ഇല്ല, ഞാൻ പറയില്ല. പത്തുലു ഒന്ന് വേഗം വരൂ, വേഗം വരൂ. എന്റെ മോട്ടു എന്താ പറ്റിയത്? എന്തിനങ്ങനെ കിടന്ന് അലറുന്നേ? അതെ, ഈ നാടിന്റെ സീക്രട്ട് ഷിപ്പ് ഇപ്പൊ എന്റെ കയ്യിലാണ് ഉള്ളത്. ഒരു ഡിറ്റക്റ്റീവ് ഓഫീസർ ഗുണ്ടകളെ പേടിച്ചിട്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാ. എന്നിട്ട് അയാളങ്ങ് പോയി. ഇപ്പൊ ഗുണ്ടകള് പോലീസിന്റെ സഹായത്തോടെ അവനെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അതുപോലെ എനിക്ക് ഈ ചിപ്പ് അവന്റെ അടുത്തേക്ക് തിരിച്ചെത്തിക്കുകയും വേണം. അല്ല, നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഒരു ഡിറ്റക്റ്റീവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. മോട്ടോ, എന്നെ അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടുത്തി തരുമോ? അല്ല, നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അതെ, നിങ്ങളുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഗസിറ്ററാമേ, ഞാൻ തീർച്ചയായിട്ടും കാണിച്ചു തരാന്നേ. എന്ത് ഡിറ്റക്റ്റീവിനെ കാണിച്ചു തരാന്നോ? സിആർഡിയെ പരിചയപ്പെടുത്തുമോ? എന്റെ ദൈവമേ, ഏത് പൊട്ടന്റെ കയ്യിലാണ് ഈ ചിപ്പ് കൊടുത്തത്? അയ്യോ, ഇയാളെ മുഴുവൻ ലോകത്തിനൊക്കെ വിളിച്ചറിയിക്കുവാണല്ലോ. പത്തുലു കേക്ക്. നമ്മൾ ഇനി എവിടെയെങ്കിലും ആ ധൈര്യമുള്ള ഡിറ്റക്റ്റീവിനെ കാണുവാണെങ്കിൽ ഈ ചിപ്പ് നമുക്ക് അവന് തിരിച്ചു കൊടുക്കണം. ഞങ്ങൾക്കും കാണണം ആ സിആർഡിനെ. എടോ, നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നാൽ ഇത് പറ മോട്ടു, ചിപ്പ് എവിടെയാണ്? ഇത് കണ്ടില്ലേ? ഈ ഷൂവിനടിയിലുള്ള ലെതറിനുള്ളിലാണ് ഞാൻ ചിപ്പ് വെച്ചിരിക്കുന്നത്. അയ്യോ, എന്ത്? ബലിയേട്ടാ, വേഗത്തിലെ പരുന്തിനെ പിടിക്കേ. എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്താ എന്നെ പിടിക്കാൻ പറയുന്നത്? എന്റെ അടുത്ത് ചിറകാണ് ഉള്ളത്. ഡോക്ടർ ജഡ്ക, വേഗം ഫ്ലൈയിങ് ഹെൽമെറ്റ് എടുക്കൂ. ഇതാ, എല്ലാരും ഇട്ടോളൂ, നമുക്ക് അവനെ പിടിക്കാം. എന്റെ ഹെൽമെറ്റ് ഊരിപ്പോയി. രക്ഷകനെ, മമ്മി, രക്ഷകനെ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഡിറ്റക്റ്റീവിനെ കണ്ടുപിടിക്കുക? നമുക്ക് ആ പരുന്തിന് പിന്നാലെ ഫോളോ ചെയ്ത് പോകാം. അതിന് നമ്മളെ കാണാൻ കഴിയില്ല. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ആരും വിഷമിക്കണ്ട. എന്റെ അടുത്ത് ഒരു സ്പ്രേ ഉണ്ട്. ആ സ്പ്രേനെ നമ്മുടെ മേത്ത് സ്പ്രേ ചെയ്യണം. അപ്പൊ അതിനെ കൊണ്ട് കാണാൻ കഴിയില്ല. അതെ, എല്ലാവരും അവരുടെ ഹെൽമെറ്റ് ഇട്ടോളൂ, നമുക്ക് പറന്ന് പോകാം. അല്ല, നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, എനിക്കെങ്ങനെ അറിയാം?
അതെ അതെ അങ്ങനെ ചെയ്യാം നമുക്ക്. മിണ്ടാതിരിക്കെ മുമ്പിൽ ദേ അവര് നിൽക്കുന്നുണ്ട്. എന്തിനാ എന്റെ ചങ്ക വിഷമിക്കുന്നേ? എന്റെ സ്പ്രേ കാരണം എല്ലാവരും ഇപ്പൊ ഇൻവിസിബിൾ ആണ്. നമുക്ക് സാധാരണയായിട്ട് നടന്നു പോവാം, അവരെ കൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷെ ആരും ഒന്നും സംസാരിക്കരുത്. പൊളിച്ചെടുത്തല്ലോ. ആരത്? അല്ല ഇതെന്താ സാധനം? ഇതിനു മുമ്പ് ഇതൊന്നും ഇവിടെ കണ്ടതല്ലോ. അടിച്ച് പപ്പടാക്കിതിനെ. ഞങ്ങളൊക്കെ ഇൻവിസിബിൾ ആണല്ലോ, പിന്നെ എങ്ങനെയാ നിങ്ങൾ ഞങ്ങളെ കണ്ടത്? ആദ്യം നിങ്ങളുടെ ഹെൽമെറ്റ് മാത്രമേ കാണാൻ കിട്ടിയുള്ളൂ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. എന്റെ സ്പ്രേന്റെ എഫക്ട് തീർന്നെന്നാ തോന്നുന്നത്. ഒരു വലിയേട്ടനെ എഴുന്നേപ്പിച്ച് നിർത്ത്. ഹെൽമെറ്റ് എന്തുകൊണ്ടാ നിങ്ങൾ ഇൻവിസിബിൾ ചെയ്യാതിരുന്നത്? Hey, stop. ദേ വന്നല്ലോ നമ്മുടെ ധൈര്യവാൻ ഡിറ്റക്റ്റീവ്. എന്തായാലും ഇത് നന്നായി. അവസാനം നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടിയല്ലോ. എന്റെ പൊന്നു ചേട്ടാ, ഈ ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ എന്നെ ഒരുപാട് ഇടിച്ച് പപ്പടമാക്കി കളഞ്ഞു. ഇനി കൂടുതൽ അടിക്കട്ടും. പക്ഷെ എന്തിന്? നിന്നോട് ഈ കാര്യം സീക്രട്ട് ആയിട്ട് വെക്കാനാ പറഞ്ഞ. പക്ഷെ ഈ നഗരത്തിൽ മുഴുവൻ നടന്ന് നീ പറഞ്ഞു. നീ കാരണം പോലീസ് മുഴുവൻ എന്റെ പുറകെ നടന്നു. അടിക്കവനെ. ഒരു മിനിറ്റ്, നീയും ജാസൂസും കള്ളന്മാര് തന്നെ അല്ലേ? ഞാൻ ഇന്റർനാഷണൽ ഡോൺ ഹാരിയാണ്. ഈ നാട്ടിലെ എല്ലാ സീക്രട്ടും ഈ ചിപ്പിലുണ്ട്. ഇത് ഞാൻ കോടികൾക്കായിട്ട് വെക്കും. പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ ആ ചിപ്പ് എനിക്ക് തന്നത്? പോലീസ് എന്റെ പുറകിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ. ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ എന്റെ കയ്യിൽ ആ ചിപ്പ് ഉണ്ടാവില്ല. ഈ പരുന്തിന് നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണോ? ഇതൊരു റോബോട്ടിക് പരുന്താണ്. ഇതിന്റെ റിമോട്ട് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. വെറുതെ ഓരോന്ന് പറയാതെ ആ ചിപ്പ് ഇങ്ങോട്ട് തന്നോളൂ. അല്ലെങ്കിൽ മോട്ടൂന് ദേഷ്യം വന്നാലുണ്ടല്ലോ, നിന്നെ പീസ് പീസാക്കിയിട്ട് മാറ്റി കളയും ഇവൻ. നിന്റെ പരുന്തിന്റെ റിമോട്ട് തവിട് പൊടിയാക്കും ഞങ്ങള്. ഇത്ര തല്ലുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നിങ്ങളൊക്കെയാണ് ഇപ്പൊ തല്ല് മേടിക്കാൻ പോകുന്നത്. എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെ ആക്രമിക്കുന്നല്ലോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പരുന്തിന്റെ അടുത്ത് അടി വാങ്ങുന്നത്. ഞാനും അങ്ങനെ തന്നെ. ഇനി ഈ പരുന്തിനെ ഗുണ്ടകളുടെ പിന്നാലെ വിടാം. വിട് എന്നെ വിട് വിട് വിട്. ചിപ്പ് തരാനാ പറഞ്ഞ്. ഞാൻ തരത്തില്ല. എനിക്കിത് കൊണ്ട് കോടികൾ രൂപ കിട്ടാൻ പോകുന്നുണ്ട്. തരില്ല എന്ന് പറഞ്ഞാൽ ഈ പരുന്ത് നിന്നെ ദൂരത്തേക്ക് കൊണ്ടുപോയി ഇടുന്നത് ഒരു വോൾക്കാനോയിലായിരിക്കും. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു വോൾക്കാനോ ഉണ്ടോ? അതെ അതെ ഉണ്ട്. ഇവിടുന്ന് 100 കിലോമീറ്റർ ദൂരെ. അയ്യോ, ഞാൻ എന്തിനാ പറഞ്ഞേ? ഞാൻ എന്തിനാ നിന്നോട് പറഞ്ഞേ? മര്യാദക്ക് ചിപ്പ് തരാനാ പറഞ്ഞ്. ഞാൻ തരാം. എന്നാ പിടിച്ചു. ഇനി എന്നെ വിട്. ഞാൻ ചിപ്പ് തന്നില്ല തിരിച്ച്. എന്തേ? Leave me, please, leave me. What's this? എന്തിനാ പോലീസ് ഇവിടെ വന്നേ? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. പോലീസ് വിൽ ഓൾവേസ് ബി ഓൺ ഡ്യൂട്ടി. പോലീസ് ഒരിക്കലും ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പണി ഭംഗിയായി ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഭയങ്കര അപകടകാരനായ ഒരു ഡോണിനെയാണ് പിടികൂടി തന്നത്. വേഗം വാ, പുറത്ത് പോയി പട്ടം വിട്ട് കളിക്കാം. എനിക്കാണെങ്കി ഇവിടെ വിശന്നിട്ട് വയ്യ. നിനക്കിങ്ങനെ പട്ടം പറപ്പിച്ച് നടന്നാ മതിയല്ലോ. അതിന് ഇവിടെയൊക്കെ എവിടെയാ പട്ടം ഉള്ളത്? മോട്ടു, ഞാൻ പട്ടം എന്ന് പറഞ്ഞത് കയറ്റിനെ അല്ല, പരുന്തിനെ ഉദ്ദേശിച്ചാണ്. വാ, നമുക്ക് ഈ റിമോട്ട് കൊണ്ട് പരുന്തിനെ പറപ്പിച്ച് കളിക്കാം. ഓക്കേ.
Oh no! എന്നെ വിളിച്ചു എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ ആ ചിപ്പ് ഞാൻ അയാളുടെ കൊടുത്തിട്ടുണ്ട്. ഞാനെല്ലാം എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല. അയ്യോ 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 ഞാൻ എന്തിനാ മനുഷ്യന് ഇപ്പൊ ചിപ്പ് കൊടുത്ത. അയ്യോ പത്ലു, യൂറോപ്പ് ചുറ്റിക്കറങ്ങാന് നമുക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടി. ലണ്ടൻ യൂണിവേഴ്സിറ്റി നമുക്ക് സമ്മാനം തരുവാൻ ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയല്ലേ. അതെ മോട്ടു, എനിക്ക് തോന്നുന്നത് ഫുർഫുറി നഗറിലെ മോട്ടു പത്ലുവിന് ഇവിടെ നല്ല പേരുണ്ടെന്നാ. ദേ വന്നു. മോട്ടു, വെൽക്കം സർ, വെൽക്കം. താങ്ക് യു സർ. നമസ്കാരം. മോട്ടു പത്ലുവിനെ ആദരിക്കാണോ? വെരി ഗുഡ്. അവരെവിടെ ചെന്നാലും എല്ലാവരും അവരെ ആദരിക്കാണല്ലോ. പക്ഷെ ജോൺ ദ ഡോൺ അങ്ങനെ സംഭവിക്കാൻ വിടില്ല. വാടാ. ബോസ് നമ്മളിപ്പോ യൂറോപ്പ് ട്രിപ്പിനല്ലേ വന്നത്. നമുക്ക് ഓക്കരെ നോക്കിയാ പോര്. ലെറ്റ്സ് എൻജോയ്. മോട്ടു പത്ലുവിന്റെ സന്തോഷം ഇല്ലാതാക്കുന്നവരെ എന്നെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റില്ലടാ. ഇതിവിടെ പഠിക്കുന്ന സ്റ്റുഡന്റ് റാക്കിയുടെ ഫേസ് മാസ്ക് ആണ്. ഇവനൊന്ന് ലീവ് ഇട്ടിരിക്ക. ഇനി എന്റെ കളി കണ്ടോ? ഞാൻ ഈ മാസ്ക് ഇട്ടിട്ട് ഇതെന്താ എന്റെ കണ്ണ് കാണാത്ത? എന്തെങ്കിലും ചെയ്യടാ. ഓ ബോസ് നിങ്ങളെ ഇപ്പൊ കാണാൻ ശരിക്കും ഒരു സ്റ്റുഡന്റിനെ പോലെ ഉണ്ട്. ഹലോ മാം, ഞാനാണ് റോക്കി. ഞാൻ മോട്ടുവിന്റെ ഏറ്റവും വലിയ ഫാനാണ്. ഇത് എനിക്ക് വേണ്ടി നിങ്ങൾ സ്റ്റേജിൽ കൊടുക്കാമോ? ഓക്കേ റോക്കി, ഞാനിത് അദ്ദേഹത്തെ ഏൽപ്പിക്കാം. തരൂ. അത് നോക്ക. Dear students and teachers, it's a matter of honor that Motu Patlu ഇന്ന് നമ്മുടെ സമീപത്തുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർ ഫുൾഫുറി നഗറിന് വേണ്ടി രാത്രിയും പകലും ജോലി ചെയ്തിട്ടുണ്ട്. Let's just give them a big hand. Now I request Motu Patlu to come up on the stage. സൂക്ഷിച്ചു മോട്ടു. Sir, are you okay? Oh, sorry, sir. Please come onto the stage. മിസ്റ്റർ മോട്ടു ആൻഡ് പത്ലു സർ, ഞങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസിന്റെ പേരിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക്സ് മാഡം. അതെന്റെ മോതിരാണല്ലോ. അല്ല, അതെങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തിയത്? അതെന്റെ മോതിരമാണ്. ചേടാ, എന്താ ഇത്? മാഡമിന് കൈ കൊടുക്കുന്ന ഗ്യാപ്പിൽ മോതിരം അടിച്ച് മാറ്റിയേർക്കാണോ? അങ്ങനെയാണെങ്കിൽ അപ്പൊ താഴെ വീഴുമ്പോ പ്രിൻസിപ്പൽ സാറിന്റെ വാലറ്റ് എടുത്ത് കാണോ? My wallet? Oh, എന്റെ വാലറ്റ് മിസ്സിംഗ് ആണ്. സാർ, ഞാനിപ്പോ നിങ്ങളെ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എന്റെ പോക്കറ്റിൽ ഒന്നുമില്ല, വേണം നോക്കിയോ. ഓ, ഇത് എന്റെ വാലറ്റ് ആണല്ലോ. ഇത് നിങ്ങളുടെ പോക്കറ്റിൽ എങ്ങനെയാ വന്നേ? അങ്ങനെയാണെങ്കിൽ ഇവര് വലിയ കള്ളന്മാരാണ്. ഇവരെ അടിക്കൂ. രണ്ടുപേരും വെറുതെ വിടരുത്. അല്ല, ഞങ്ങള് കള്ളന്മാരൊന്നും അല്ല. ഇതിലെന്തോ പ്രശ്നമുണ്ട്.
Hey, I am coming. Hey, stop. നിക്ക്. നിർത്താൻ. മോട്ടു പത്ലൂനെ ഒന്നും ചെയ്യല്ലേ. മോട്ടു പത്ലു ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല. വിശ്വസിക്കണം. പോലീസിലേക്ക് കൊടുക്കണം. വിടരുത്. പത്ലു ഓടിക്കോ, വേഗം ഓടിക്കോ. ഇവന്മാരകത്തുനിന്ന് എത്ര ദൂരേക്ക് പോകാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പക്ഷെ പത്ലു, ആ സ്റ്റുഡന്റ് നമ്മുടെ പുറകിൽ തന്നെ വരുന്നുണ്ടല്ലോ. അവനാണ് ഇതിനൊക്കെ കാരണം. ഇതിന്റെ പുറകിൽ ആരാ കളിക്കുന്നതെന്ന് അറിയില്ലല്ലോ പത്ലു. വേഗം ആവട്ടെ, വേഗം ആവട്ടെ. ബ്രിഡ്ജ് ഓപ്പൺ ആവാൻ പോവുകയാണ്. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ കാറിൽ കേറ് വേഗം മതി. മോട്ടു പത്ലുജി, നിങ്ങൾ വിഷമിക്കണ്ട. എനിക്ക് നിങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്. ആരോ നിങ്ങളെ ചതിക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇവിടുത്തെ എല്ലാ CCTV ഫുട്ടേജും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നോക്കൂ. ഈ സ്റ്റുഡന്റ് റോക്കി ആകാൻ സാധ്യതയില്ല. ഐ നോ ഹിം. ഹീസ് എ വെരി ഡീസന്റ് ബോയ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. കൂട്ടുകാരെ, ഇന്നലെ സംഭവിച്ചതിൽ വളരെ വിഷമമുണ്ട്. ഞങ്ങളിപ്പോൾ റോക്കി എന്ന കുട്ടിയെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവനാണ് ഞങ്ങളെ എക്സ്പോസ് ചെയ്തത്. പ്ലീസ് വെൽക്കം. റോക്കി, ഞങ്ങൾ സത്യമായിട്ട് ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ആരോ ഞങ്ങളെ കുടുക്കിയതാണ്. തെറ്റിദ്ധരിക്കരുത്. ആദ്യം നീ പോയി സ്റ്റുഡൻസിനോട് ഒരു 2 വാക്ക് സംസാരിക്ക്. അതിനുശേഷം ഞങ്ങൾ സംസാരിക്കാം. ഞാൻ എന്താ പറയാൻ വരുന്നെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും സത്യത്തിലൂടെ സഞ്ചരിക്കണം. ഒരു കള്ളത്തരവും ചെയ്യാൻ പാടില്ല. എന്ത് തന്നെ ആയാലും തെറ്റായ വഴിയിൽ ചെല്ലരുത്. എപ്പോഴും പഠിത്തത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. നമ്മൾ എപ്പോഴും വളരെ കഷ്ടപ്പെട്ട് വേണം നമ്മളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ. ഇത് ചിരിക്കേണ്ട കാര്യമല്ല. നമ്മളുടെ മാതാപിതാക്കളുടെ ആഗ്രഹം നമ്മൾ വേണം സാധിച്ചു കൊടുക്കാൻ. നീ സംസാരിച്ചോണ്ടേയിരിക്കേ, ഞങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാം, പിന്നെ കണ്ടുകൊണ്ടേയിരിക്കാം. ബോസ് ശരിക്കുള്ള റോക്കി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മുങ്ങാൻ വരൂ. എന്താടാ? ഇവനാണ് നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് റോക്കി. ഇവന്റെ ശരിക്കുമുള്ള പേര് ജോൺ എന്നാണ്. ഇവൻ ഫുർഫുറി നഗരത്തിന്റെ സ്വന്തം കള്ളനാണ്. ആരോടും പറയാതെ ഇവൻ ഞങ്ങളുടെ പുറകെ യൂറോപ്പ് ട്രിപ്പിന് വന്നതാണ്. അത് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇവനുള്ള സമ്മാനം അങ്ങ് കൊടുത്തേക്ക്. ഇന്നാ പിടിച്ചോ. എന്റെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായി. പെട്ടെന്ന് തന്നെ എല്ലാവരും വട്ടം കൂടി നിൽക്കൂ. നമുക്ക് മര്യാദ എന്താന്ന് പഠിപ്പിച്ചു കൊടുത്താലോ? അതൊന്നും വേണ്ട. എന്നെ വിട്ടേക്ക്. മതി, എനിക്ക് മാപ്പ് തരണം. ഞാനിനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. മോട്ടു പത്ലുജി, സോറി. ഞങ്ങളിൽ നിന്ന് വലിയൊരു തെറ്റ് സംഭവിച്ചു. ഇവിടെ എല്ലാ സ്റ്റുഡൻസിനും ലജ്ജ തോന്നുന്നു. എന്നിട്ട് നിങ്ങളോട് ക്ഷമയും ചോദിക്കുന്നു. ഏയ്, സാരമില്ലെന്നേ. അതൊക്കെ പോട്ടെ, സാരമില്ല. എന്തും അവസാനിക്കുന്നത് നന്മയിൽ മാത്രമായിരിക്കും. മോട്ടു പത്ലു സിന്ദാബാദ്. മോട്ടു പത്ലു സിന്ദാബാദ്. മോട്ടു പത്ലു സിന്ദാബാദ്. Thank you.
Watch India's largest kids library only on Jio Hotstar. Download the app now.